തമന്നയോട് ഒപ്പം അഭിനയിച്ചപ്പോ ചേടാ പ്രായം കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കെന്താ പ്രായത്തിന് കുറവ്? ഞാൻ കോളേജിൽ നിന്ന് മേളിലേക്ക് പോയിട്ടില്ലല്ലോ. അത് നമ്മുടെ പ്രായം മനസ്സിന്റെയാണ് അല്ലേ? നമ്മുടെ മനസ്സുകൊണ്ട് ഞാൻ മാരായസ് വിട്ട് എങ്ങും പോയിട്ടില്ല. നമ്മൾ ആ രീതി തന്നെയാണ് നമ്മുടെ ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എന്റെ മൂത്തമോളെ കാണുമ്പോ ഇപ്പൊ ഞാൻ സിസ്റ്ററെ ആക്കിയേക്കാണ്. ബുദ്ധിമാൻ. ഇളയാള് എന്താക്കിയേക്കാണ്? അല്ല ഇപ്പൊ മോള് കുറച്ച് കഴിയുമ്പോ അവള് സിസ്റ്റർ. Anneke, daughter came there. I met her. She's my daughter, but she's my sister. Yeah, that way, of course. Yeah. He's not aging. Yeah, she's like, at some point, they'll be like totally looking like siblings. At one point in life, since you were shooting in Kerala for quite some long time, you felt that I should marry somebody from Kerala and settle here itself. Did you ever felt so? No, I'm very happy. എന്താ ചേട്ടാ? അങ്ങനെയൊന്നും ചിന്തിക്കൊന്നുമില്ല. Have you ever thought so? I should marry a Kerala guy and settle here. കേരളത്തിൽ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ നേരത്തെ കേരള ഗൈനെ കല്യാണം കഴിക്കണ ആലോചിക്കണേ? ആവശ്യമില്ല അല്ലേ? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ചേട്ടാ. ദിലീപേട്ടന് ബാന്ദ്ര എന്ന് പറയുന്ന മൂവി നൽകുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താണ്? ഇതുവരെ ഞാൻ ചെയ്തതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ രണ്ട് മെച്യൂർഡ് ആൾക്കാരുള്ള ഒരു ലവ് സ്റ്റോറി. അരുൺ നമ്മളെ കൊണ്ട് നമ്മുടെ കഴിഞ്ഞ സിനിമകളിൽ വരുന്ന നമ്മുടെ സ്ഥിരം എക്സ്പ്രഷൻസിൽ നിന്നൊക്കെ മാറ്റി മാറ്റി നമ്മളെല്ലാം കറക്റ്റായിട്ട് മോൾഡ് ചെയ്ത് എല്ലാ ആക്ടേഴ്സിനെയും കറക്റ്റായിട്ട് ഒരു ഡയറക്ടറുടെ മനസ്സിലുള്ള രീതിയിൽ സ്കെച്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിനിമയിൽ കാണാത്ത ഒരുപാട് എക്സ്പ്രഷൻസ് ആവാം, രീതികളാവാം, ബോഡി ലാംഗ്വേജ് ആവാം, എല്ലാം ഇങ്ങനെ എനിക്ക് ഭയങ്കര അതുപോലെ ഞാൻ ഇതുവരെ ഇത്രയും വലിപ്പത്തിലുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുണ്ട്. മാത്രമല്ല ഞാൻ ഇതുവരെ തമിഴ്നാട്ടിലൂടെ കൂടെ അഭിനയിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. നമ്മൾ സിനിമയിൽ മാത്രം കണ്ട ഒരാളല്ലേ? No, but I'll be honest with you. I've worked on, like with people for the first time, but in the padam apdi feel agala that it's the first film with. So What was it? നമുക്ക് അതെ, he was so like easy to work with. Really felt like we've known each other from before, and that comfort level was there since the day one. See, I'm coming from another city to his city. But he never made me feel like that. He always made me feel like a part of the team. He made me feel like a part of the family. So I feel like it's him who made it such an easy and fun experience. And what is the most difficult thing that you have experienced while shooting Badra? Is it a dialogue or a shoot or dance or whatever it is? What was that? ഡാൻസ് ചോദിക്കരുത്. What was it? So actually in the first massive schedule, I was very unwell.